നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ പേര് എഴുതാൻ പഠിച്ചതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു പേര്, കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ പേര് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ അതിൻ്റെ ഫോർമുല എഴുതാം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ എക്സാമ്പിളാണ് ടെട്രാ അമീൻ ഡൈ അക്വ കൊബാൾട്ട് 3 ക്ലോറൈഡ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം കാറ്റയോണിക് പാർട്ടാണ് ആദ്യം എഴുതുക, പിന്നെ ആനയോണിക് പാർട്ട് എഴുതണം ഫോർമുല എഴുതുമ്പോൾ. ഇവിടെ കോർഡിനേഷൻ കോംപ്ലക്സ് എന്ന് പറയുന്നത് കാറ്റയോണിക് ആണ്, കാറ്റയോണിക് കോംപ്ലക്സ് ആണ്. ആനയോണിക് പാർട്ട് എന്ന് പറയുന്നത് കൗണ്ടർ അയോൺ ക്ലോറൈഡ്. ഇനി നമ്മൾ അതിലത്തെ സെൻട്രൽ മെറ്റൽ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ ഏതാണ്? കൊബാൾട്ട് എന്ന് പറയുന്നതാണ് സെൻട്രൽ മെറ്റൽ. പിന്നെ അതുപോലെ തന്നെ അമീൻ, അക്വ ഒക്കെ ഇവിടെ വരുന്ന ലിഗാൻസ് ആണ്. ഇനി നമ്മൾ ആദ്യം കാറ്റയോണിക് പാർട്ട് എഴുതണം. അപ്പോൾ കോർഡിനേഷൻ കോംപ്ലക്സ് ആയതുകൊണ്ട് ഫസ്റ്റ് സെൻട്രൽ മെറ്റൽ എഴുതി കൊബാൾട്ട്. കൊബാൾട്ട് പിന്നെ ലിഗാൻഡ് എത്ര എണ്ണമാണ്? ലിഗാൻഡ് ആദ്യത്തെ ലിഗാൻഡാണ് അമീൻ. അമീൻ എത്ര എണ്ണം ഉണ്ട്? ടെട്രാ അമീനാണ്, അതായത് 4 അമീൻ ഉണ്ട്. NH3 4 ടൈംസ്. ടെട്രാ അമീൻ ഡൈ അക്വ, അക്വ എന്ന് പറയുമ്പോൾ H2O എത്ര എണ്ണം ഉണ്ട്? അത് 2 എണ്ണം ഉണ്ട്. ടെട്രാ അമീൻ ഡൈ അക്വ കഴിഞ്ഞു. നമ്മുടെ കോർഡിനേഷൻ സ്ഫിയർ ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്തുണ്ട്? കൊബാൾട്ട് 3 ക്ലോറൈഡ്, ക്ലോറൈഡ് എന്ന് എഴുതി. ഇനി നമുക്കറിയാം ഈ കൗണ്ടർ അയോൺ എത്ര എണ്ണം വരണം എന്നുള്ളത് ഇവിടുത്തെ ഈ കോർഡിനേഷൻ പാർട്ടിൻ്റെ ചാർജിനെ ബേസ് ചെയ്തിട്ടാണ്. ക്ലോറൈഡ് എന്ന് പറയുന്നത് -1 ചാർജുള്ള അയോണാണ്. അപ്പോൾ ഈ -1 ചാർജുള്ള ക്ലോറൈഡ് അയോൺസ് എത്ര എണ്ണം വന്നു കഴിഞ്ഞാലാണ് ഈ കോർഡിനേഷൻ പാർട്ട് ബാലൻസ് ചെയ്യാൻ നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട്, അതായത് ഈ കോംപ്ലക്സിൻ്റെ ഇവിടെയുള്ള ചാർജ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് നമ്മൾ എക്സ് ആക്കിയിട്ടെടുത്തു. ആ ചാർജ് നമ്മൾ എക്സ് ആക്കിയിട്ടെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നേരത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഈ ചാർജിലേക്ക് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. കോർഡിനേഷൻ കോംപ്ലക്സ് കോമ്പൗണ്ടിൻ്റെ അല്ലെങ്കിൽ സെൻട്രൽ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ കണ്ടുപിടിച്ചുല്ലോ. അതുപോലെ ഈ ചാർജ് എക്സ് ആക്കിയിട്ട് എടുത്തിട്ട് ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ സെൻട്രൽ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിയാം, ഈ എക്സ് എത്രയാണ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? എക്സ് ഈക്വൽ ടു, ഇവിടെ പോസിറ്റീവ് ചാർജുള്ള അയോണാണ്, അതുകൊണ്ട് എക്സ് ഈക്വൽ ടു എന്ന് എഴുതി. ഇവിടെ നെഗറ്റീവ്ലി ചാർജിനാണെങ്കിൽ -x ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതണമായിരുന്നു. അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ സെൻട്രൽ മെറ്റൽ കൊബാൾട്ട്, അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ഇതൊക്കെ ന്യൂട്രൽ ലിഗാൻസ് ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു +3 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഇവിടെ നമുക്ക് കിട്ടി ഈ ചാർജ് എന്ന് പറയുന്നത് +3 ആണ്. അപ്പോൾ +3യെ ബാലൻസ് ചെയ്യാൻ 3 -3 ചാർജ് വേണം, അതായത് 3 ക്ലോറൈഡ് അയോണുകൾ അവിടെ വേണം. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ ആണ് പൊട്ടാസ്യം ടെട്രാസൈനോ നിക്കലേറ്റ് 2. ഓക്കെ, അപ്പോൾ ഇവിടെ പൊട്ടാസ്യം എന്ന് പറയുന്നത് കൗണ്ടർ അയോണും ടെട്രാസൈനോ നിക്കലേറ്റ് ആണ് കോംപ്ലക്സ് അയോൺ. അപ്പോൾ നമ്മൾ ആദ്യം പൊട്ടാസ്യം കൗണ്ടർ അയോൺ ഇവിടെ എഴുതി. അത് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് നമ്മൾ കോർഡിനേഷൻ പാർട്ട് എഴുതി. ടെട്രാസൈനോ നിക്കലേറ്റ് ആണ്. അപ്പോൾ നിക്കലേറ്റ്, നിക്കലാണ് നമ്മുടെ സെൻട്രൽ മെറ്റൽ, അത് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. ടെട്രാസയനോ, സയനോ എന്ന് പറയുമ്പോൾ CN ആണ് ലിഗാൻഡ്, സയനോ ടെട്രാസയനോ ആണ്, അപ്പോൾ CN4. ഇനി എന്ത് വേണം? ഈ കൗണ്ടർ അയോൺ ഇവിടുത്തെ ചാർജിനനുസരിച്ചിട്ടാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ ഇത് എത്ര ചാർജ് ആണെന്ന് അറിഞ്ഞാലേ അത്ര കൗണ്ടർ അയോണുകൾ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എഗെയിൻ പൊട്ടാസ്യം എന്ന് പറയുന്നത് ഒരു +1 ചാർജുള്ള അയോണാണ്. അതുകൊണ്ട് ആ +1 ചാർജുള്ള എത്ര പൊട്ടാസ്യം അയോൺ വരണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുത്തെ ചാർജ് x- എന്ന് കൊടുക്കാം. -x ഈക്വൽ ടു നിക്കലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2, അതുപോലെ സയനൈഡ് -1 ചാർജ് ഉള്ളതാണ്, +2 -4 എന്ന് കിട്ടും. ഓക്കെ, +2 -4 ഈക്വൽ ടു x- എന്ന് കിട്ടി. അതായത് x- ഈക്വൽ ടു -x ഈക്വൽ ടു -2 അല്ലേ? അതായത് ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് -2 ആണ്. അപ്പോൾ -2 വരുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വേണം? K2 എന്ന് ആഡ് ചെയ്യണം. ഓക്കെ, ഇനി അതുപോലെ അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. ട്രിസ് ഈഥെയ്ൻ 1,2 ഡൈ അമീൻ ക്രോമിയം 3 ബ്രോമൈഡ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി ഈഥെയ്ൻ 1,2 ഡൈ അമീൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ലിഗാൻഡ്. അത് ഒരു കോംപ്ലക്സ് ലിഗാൻഡ് ആയതുകൊണ്ട് നമ്മൾ ട്രിസ് എന്ന് ചേർത്തു. പിന്നെ അതുപോലെ തന്നെ
ക്രോമിയം ആണ് സെൻട്രൽ മെറ്റൽ, +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ബ്രോമൈഡ് എന്ന് പറയുന്നത്, കൗണ്ടർ അയോൺ ആണ്. ഇനി നമ്മൾ അതിനെ പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം സെൻട്രൽ മെറ്റൽ, ഇവിടെ കോംപ്ലക്സ് കാറ്റയോൺ ആണ്, അപ്പോൾ അതുകൊണ്ട് സെൻട്രൽ മെറ്റൽ നമ്മൾ ആദ്യം എഴുതി, സെൻട്രൽ മെറ്റൽ ക്രോമിയം Cr. പിന്നെ അതുപോലെ തന്നെ ട്രിസ് ഈഥെയ്ൻ 1,2 ഡയമീൻ ആണ്. ഈഥെയ്ൻ 1,2 ഡയമീനെ നമ്മൾ ഷോർട്ടാക്കിയിട്ട് EN എന്ന് എഴുതും അല്ലേ? അപ്പോൾ അങ്ങനെ ഷോർട്ടാക്കിയിട്ട് EN എന്ന് എഴുതി. അത് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ട്രിസ് ആണ് 3 എണ്ണം. ഈഥെയ്ൻ 1,2 ഡൈ അമീൻ ബ്രോമൈഡ്. ബ്രോമൈഡ് എന്ന് പറയുമ്പോൾ Br. ഓക്കെ, ഈ ബ്രോമൈഡും ക്ലോറൈഡും ഒക്കെ ഒരേ ഫാമിലിയിൽ വരണതാണ്. -1 ആണ് അതിൻ്റെ ചാർജ്. അപ്പോൾ അങ്ങനെ എത്ര ബ്രോമൈഡ് വരണം എന്നുള്ളത് അറിയാൻ ഇവിടുത്തെ ചാർജ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. കോംപ്ലക്സ് കാറ്റയോണിൻ്റെ ചാർജ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ വീണ്ടും X എന്ന് കൊടുത്തു. X = ക്രോമിയം +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ X = +3 EN, ഈഥെയ്ൻ 1,2 ഡയമീൻ എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ ലിഗാൻഡാണ്, അതുകൊണ്ട് ചാർജ് ഇല്ല. അപ്പോൾ X = +3 എന്ന് കിട്ടി. ഇവിടെ +3 വരുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ എത്ര Br- വേണം? 3 എണ്ണം തന്നെ വേണം. കാരണം Brന് -1 ചാർജാണ്. അപ്പോൾ +3യെ ബാലൻസ് ചെയ്യാൻ 3 Br- വേണം അവിടെ. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിളാണ് അമീൻ ബ്രോമിഡോ ക്ലോറിഡോ നൈട്രിറ്റോ N പ്ലാറ്റിനം 2. ഇപ്പോൾ ഇവിടെ പറയുമ്പോൾ നമുക്ക് കൗണ്ടർ അയോണുകൾ ഒന്നില്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ എക്സാമ്പിളിൽ പൊട്ടാസ്യം ടെട്രാസൈനോനിക്കലേറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നു. അപ്പോൾ പൊട്ടാസ്യം എന്ന് പറയുന്നത് കൗണ്ടർ അയോണാണ് നമുക്ക് മനസ്സിലായി. അതുപോലെ ഈ എക്സാമ്പിൾ നോക്കുമ്പോൾ ട്രിസ് ഈഥെയ്ൻ 1,2 ഡയമീൻ ക്രോമിയം 3 ബ്രോമൈഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ ബ്രോമൈഡ് എന്ന് പറയുന്നത് കൗണ്ടർ അയോണാണ്. പക്ഷേ ഇവിടെ കൗണ്ടർ അയോണുകളൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ പേര് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ അയോൺ എന്ന് കൂടി മെൻഷൻ ചെയ്യലുണ്ട്. എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാവും അത് കൗണ്ടർ അയോൺ ഇല്ലാത്തതാണ് എന്ന്. അപ്പോൾ എന്ത് ചെയ്തു? ഇനി അമീൻ ബ്രോമിഡോ ക്ലോറിഡോ നൈട്രിറ്റോ N പ്ലാറ്റിനം 2. അപ്പോൾ അതിന് നമുക്ക് ആദ്യം സെൻട്രൽ മെറ്റൽ എന്ന് പറയുന്നത് പ്ലാറ്റിനാണ്. സെൻട്രൽ മെറ്റൽ പ്ലാറ്റിനം. അപ്പോൾ നമ്മൾ PT. ഇനി എന്തെഴുതി? അമീൻ. അമീൻ എന്ന് പറയുന്നത് ഒരെണ്ണം തന്നെയുള്ളൂ. അപ്പോൾ NH3 ബ്രോമിഡോ Br ക്ലോറിഡോ Cl. പിന്നെ അതുപോലെ തന്നെ നൈട്രിറ്റോ N എന്ന് കൊടുത്തിട്ടുണ്ട്. നൈട്രിറ്റോ എന്ന് പറയുന്നത് നമുക്കറിയാം ആംബിഡെൻഡേറ്റ് ലിഗാൻഡാണ്. NO2 എന്നാണ് നമ്മൾ കൊടുക്കുക. അത് N എന്ന് പറയുന്നത് കാണിച്ചത് എന്താണ്? NO2 വെച്ചിട്ടാണ് സെൻട്രൽ മെറ്റൽ, നൈട്രജൻ വെച്ചിട്ടാണ് സെൻട്രൽ മെറ്റൽ ആറ്റുമായിട്ട് ലിഗേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണിച്ചത്. NO2 എന്ന് എഴുതി. ഇനി ഇവിടുത്തെ ചാർജ് എത്രയാണെന്ന് അറിയണം. ആ ചാർജ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ പ്ലാറ്റിനം 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജുള്ള അയോൺ ആണ്. എഗെയിൻ നമ്മളത് X എന്ന് കൊടുത്തു. ഓക്കെ, X = പ്ലാറ്റിനത്തിൻ്റെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, +2. പിന്നെ ഇവിടെ ബ്രോമിഡോ ക്ലോറിഡോ ഒക്കെ -1 ചാർജ് ഉള്ളതാണ്. -1 അതുപോലെ NO2 എന്ന് പറയുന്നതും -1 ചാർജാണ്. അതായത് X = +2 - 3 അല്ലെങ്കിൽ X = -1 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ആ ചാർജ് ഇവിടെ മെൻഷൻ ചെയ്യണം. ഇതിന് കൗണ്ടർ അയോൺ ഒന്നും തരാത്തത് കൊണ്ട് നമുക്ക് ആ കൗണ്ടർ അയോൺ എഴുതേണ്ട ആവശ്യമില്ല. ഇനി അടുത്തൊരു എക്സാമ്പിളാണ് അയൺ 3 ഹെക്സാസയനോഫെറേറ്റ് 2. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ 2 സ്ഥലത്തും അയേൺ വരുന്നുണ്ട്. ഒരു ഭാഗത്ത് അയൺ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇത് കൗണ്ടർ അയോൺ ആണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ അയോൺ എന്ന് പറയുന്നത് കോർഡിനേഷൻ സ്ഫിയറിൻ്റെ ഉള്ളിലുള്ള സെൻട്രൽ മെറ്റൽ ആറ്റാണ്. ഇനി നമുക്ക് കൗണ്ടർ അയോൺ അയേൺ ആയതുകൊണ്ട് Fe എന്ന് നമ്മൾ എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഹെക്സാസയനോഫെറേറ്റ് ആണ്, അതാണ് നമ്മുടെ കോംപ്ലക്സ് പാർട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് അയൺ എന്ന് പറയുന്നത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെന്ന്. അതുകൂടി നമ്മളവിടെ മെൻഷൻ ചെയ്തു. അയൺ +3 ആണ്. ഇനി എന്ത് ചെയ്യണം? ഹെക്സാസയനോഫെറേറ്റ് കോർഡിനേഷൻ പാർട്ടാണ്. ഫെറേറ്റ് എന്ന് പറയുമ്പോൾ എഗെയിൻ അയൺ ആണ്. ഹെക്സാസയനോ എന്ന് പറയുമ്പോൾ CN6 ആണ്. ഇനി എന്ത് വേണം? ഇവിടുത്തെ ചാർജ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് തന്നിട്ടുണ്ട് അയൺ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അപ്പോൾ അതിനെ നമുക്ക് ഇവിടെ -X = +2 -
CN മൈനസ് എന്ന് പറയുന്നത് -1 ചാർജാണ്. CN എന്ന് പറയുന്നത് -1 ചാർജാണ്. അങ്ങനെ -1 ചാർജുള്ള 6 സയനൈഡ് ആറ്റംസ്, അതായത് -6. അതായത് -x = +2 - 6 പറയുമ്പോൾ -4 ആയി. അപ്പോൾ ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് -4 ആണ്. അപ്പോൾ ഞാൻ ഇത് മാറ്റിയാണേ. അപ്പോൾ ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് -4 ആണ്. ഇനി നമുക്ക് എന്ത് വേണം? ഈ കൗണ്ടർ അയോൺ, ഈ ചാർജിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പുറത്തെ കൗണ്ടർ അയോൺ വരുന്നത്. അപ്പോൾ ഇവിടെ -4 ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൗണ്ടർ അയോൺ എന്ന് പറയുന്നത് ഇപ്പോൾ +3, നേരത്തെയൊക്കെ പറഞ്ഞ എക്സാമ്പിളിൽ +1 അല്ലെങ്കിൽ -1 ചാർജ് ഉള്ളതായിരുന്നു. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ കൗണ്ടർ അയോൺ, ഇവിടുത്തെ കൗണ്ടർ അയോൺ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലായപ്പോൾ ഇവിടെ Cl3 എന്ന് എഴുതി, ബാലൻസ്ഡ് ആയി. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ അയൺ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ചാർജ് ബാലൻസ്ഡ് ആവുക എന്ന് നോക്കണം. അപ്പോൾ നമ്മളിവിടെ 4 കൊടുത്തു, 4 × 3 + 12 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ -4 മാത്രമേ ഉള്ളൂ. -12 ആവണമെങ്കിൽ ഇവിടെ ഈ 3 എന്ന് കൊടുക്കണം. ഈ മൊത്തം കോംപ്ലക്സ് പാർട്ട് 3 എണ്ണം വന്നാലേ -4 × 3 -12ഉം അതുപോലെ +3 × 4 +12ഉം ബാലൻസ്ഡ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുത്തിട്ട് വേണം എഴുതാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ എഴുതേണ്ടത്? ഇതൊന്നും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. ഫോർമുല എഴുതുമ്പോൾ നമുക്ക് Fe4 ഇതറിയാൻ വേണ്ടിയിട്ട് തന്നതാണ്. Fe4 FeCN6 ഹോൾ ത്രൈസ് എന്ന് പറഞ്ഞിട്ട് വേണം ഇതിൻ്റെ ഫോർമുല എഴുതാൻ. ഓക്കെ.